വയനാട് തലപ്പുഴ ചിറക്കരയിൽ ജനവാസ മേഖലയിലിറങ്ങിയ കടുവയ്ക്കായി തിരച്ചിൽ ഊർജിതം. കടുവയെ കണ്ട മാനന്തവാടി ചിറക്കരയിൽ RRT സംഘം പരിശോധന നടത്തുകയാണ്. ജനവാസ മേഖലയോട് ചേർന്ന് എസ്റ്റേറ്റിലാണ് ഇന്നലെ കടുവയെ കണ്ടത്. ദീപക് മോഹനുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ദീപക്, ആശങ്കയുടെ മണിക്കൂറുകളാണ് ഇനിയിപ്പോൾ. ഈ പരിശോധന എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഏതൊക്കെ ഭാഗങ്ങളിൽ? ശ്രുതി, തലപ്പുഴ ചിറക്കരയിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അതുവഴി പോയ യാത്രക്കാർ കടുവയെ കണ്ടത്. പിന്നീട് വനംവകുപ്പിനെ വിവരം അറിയിച്ചു. ഇന്നലെ രാത്രിയോടുകൂടി തിരുനെല്ലി റേഞ്ച് ഓഫീസർ അടക്കമുള്ള ആളുകൾ, വനംവകുപ്പിന്റെ റേഞ്ച് ഓഫീസറും മറ്റ് RRT ടീം അംഗങ്ങളും ആ മേഖലയിൽ ഇന്ന് പുലർച്ചെ വരെ തിരച്ചിൽ നടത്തിയെങ്കിലും കടുവയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ 4 ക്യാമറകൾ ആ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ഒരാഴ്ചയായി പല ഇടങ്ങളിലും ഈ ചിറക്കര, ജെസ്സി തുടങ്ങിയ തേയിലത്തോട്ട മേഖലകളോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ കടുവയെ നിരവധി ആളുകൾ കണ്ടിരുന്നു. ഇന്നലെയാണ് യാത്രക്കാർക്ക് മുൻപിൽ കടുവയെ കണ്ടത്. വനംവകുപ്പ് ജീവനക്കാർ ഇന്ന് ആ മേഖലയിലൊക്കെ തന്നെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ക്യാമറ ട്രാപ്പുകൾ ഇന്ന് വൈകിട്ടോടുകൂടി പരിശോധിക്കും. അതിൽ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് കടുവയാണ് എന്നത്, അതായത് വനംവകുപ്പിന്റെ പക്കലുള്ള ഡാറ്റാബേസിലുള്ള കടുവയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വനംവകുപ്പിന് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ വനംവകുപ്പ് നൽകിയിട്ടുണ്ട്. അസമയങ്ങളിൽ, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊന്നും തന്നെ ആ മേഖലകളിൽ ആളുകൾ ഇറങ്ങുന്നത് ശ്രദ്ധിക്കണം. അതോടൊപ്പം ഒറ്റയ്ക്ക് ആ മേഖലകളിലേക്കൊന്നും പോകരുത്. കൂട്ടമായോ അല്ലെങ്കിൽ പകൽ സമയങ്ങളിലൊക്കെയോ ആ മേഖലകളിൽ ഇറങ്ങണം എന്നുള്ള രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം വനംവകുപ്പ് അവിടെയുള്ള പ്രദേശവാസികൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം വളർത്തുമൃഗങ്ങൾ, കന്നുകാലി വളർത്തലൊക്കെ ഉപജീവനമായി കൊണ്ടു നടക്കുന്ന ആളുകൾ വളരെ ശ്രദ്ധിച്ചു വേണം വനാതിർത്തി പോലുള്ള മേഖലകളിലേക്കൊക്കെ പോകാൻ എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ 4 ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് കൂട് സ്ഥാപിച്ച് അതിൽ കടുവയെ പിടികൂടുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ, അല്ലെങ്കിൽ അത്തരത്തിലൊരു കെണിയൊരുക്കി കടുവയെ കൂട്ടിലാക്കാനുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ശ്രുതി, ഓക്കെ, ദീപക് മോഹനാണ് വിവരങ്ങൾ നൽകിയത്.